അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുന്നികളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കേരളത്തിലുള്ള സുന്നികൾ ഔലിയാക്കളെ ഒരുപാട് സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും, എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഔലിയാക്കളിലൂടെ മാത്രമേ നമുക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ എന്നും വിശ്വസിക്കുന്നവരാണ്. കേരളത്തിലുള്ള അല്ലെങ്കിൽ ലോകത്തിലെമ്പാടുമുള്ള സുന്നികളുടെ വിശ്വാസം ഇത് തന്നെയാണ് എന്നുള്ളത് എല്ലാവരും അറിയുന്ന കാര്യമാണ്. മക്ബറയുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്നത് ഇവിടുത്തെ സുന്നികളാണ് എന്നതുകൊണ്ട് തന്നെ മക്ബറയിൽ എന്ത് തോന്നിവാസങ്ങൾ നടന്നാലും അതെല്ലാം സുന്നികളുടെ മേലിൽ വെച്ച് കെട്ടുക എന്നുള്ളത് വഹാബിസം ഇക്കാലം അത്രയും ചെയ്തു വരുന്ന കാര്യമാണ്, ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മക്ബറയിൽ പോയിക്കൊണ്ട് ആരെങ്കിലും സുജൂദ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതൊക്കെ സുന്നികളുടെ പരിപാടിയാണ്, സുന്നികളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്ന് പലപ്പോഴും പലരുമായി പറയുന്നത് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവാം. എന്നാൽ കാലങ്ങളായി ഉസ്താദുമാർ ഇതിനെ എതിർക്കുന്നുണ്ട്, ഇത് ചെയ്യാൻ പാടില്ല എന്നും ചെയ്യുന്നത് അദ്ദേഹം ഈ വലിയനെ ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ടാണ് എങ്കിൽ അത് ഹറാമായ പ്രവർത്തനമാണ് എന്നും, എന്നാൽ വിശ്വാസം മോശമായ നിലക്ക് ഇത് ഞാൻ സുജൂദ് ചെയ്യാൻ അർഹനായ ഒരു ദിവ്യത്വമുള്ള ഒരാളാണ് എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് എങ്കിൽ ചെയ്യുന്ന പ്രവർത്തനം ശിർക്കുമാണ് എന്ന് കാലമത്രയും നമ്മുടെ ആലിമീങ്ങളൊക്കെ പറഞ്ഞു നടന്ന കാര്യമാണ്. മഹാനായ അഹ്മദ് റിളാ ഖാൻ ബറേൽവി തങ്ങൾ മഹാനവർകൾ ഒരു കിതാബ് രചിക്കുന്നുണ്ട്. അദ്ദേഹം കിതാബിന്റെ പേര് അസ്സുബ്ദത്തു സക്കിയ ഫി തഹ്രീമി സുജൂദി തഹിയ എന്നുള്ളതാണ്. എന്തിനാണ് ഈ കിതാബ് രചിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ചില സൂഫി പട്ടം ചമഞ്ഞവര് അല്ലെങ്കിൽ ഔലിയാക്കളുടെ ആലാണ് എന്ന് പറഞ്ഞു നടക്കുന്നവര്, നമ്മളൊക്കെ തസൂഫിന്റെ ആൾക്കാരാണെന്ന് പറഞ്ഞു നടക്കുന്ന ചിലര്, അവർ വന്നുകൊണ്ട് പറഞ്ഞത് ഖുർആൻ ഉദ്ധരിച്ച് അതേപോലെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അവർ പറയുന്നത് മശായിഖന്മാർക്ക് ഔലിയാക്കൾക്ക് അവരുടെ മക്ബറയിൽ പോയോ അല്ലാതെ കണ്ട് നേരിട്ടോ അവർക്ക് സുജൂദ് ചെയ്യാം, ഇത് അനുവദനീയമായ കാര്യമാണ് എന്ന് ഖുർആൻ ഉദ്ധരിച്ച് ഹദീസ് ഉദ്ധരിച്ച് ഇമാമിയങ്ങൾ പറഞ്ഞ വിഷയങ്ങളെ കൂട്ടിമാട്ടിക്കൊണ്ട് അവരെ പറഞ്ഞപ്പോൾ അതിനെ എതിർത്തുകൊണ്ടാണ് അഹ്മദ് റിളാ ഖാൻ ബറേൽവി തങ്ങൾ ഈ കിതാബ് രചിക്കുന്നത്. മഹാനവറുകൾ ആ കിതാബിൽ വളരെ വ്യക്തമായ നിലക്ക് തന്നെ പറയുന്നുണ്ട്, സൂര്യനെ ചന്ദ്രനെ അതേപോലെ ബിംബങ്ങൾക്കൊക്കെ സുജൂദ് ചെയ്യുക എന്നുള്ളത് അത് ശിർക്കാണ്, ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്, നമ്മുടെ നാട്ടിലും അല്ലാതെയുമായി പല മുസ്ലിമീങ്ങളും ചെയ്യുന്ന കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനവറുകൾ പറയണം അതൊക്കെ ശിർക്കായ കാര്യമാണ് എന്ന്. എന്നാൽ അതിന് ശേഷം മഹാനവറുകൾ പറയണം അമ്മ സുജൂദു ലിമാ സിവാഹ മിനൽ മശായിഖി വ മഖാമാത്തിൽ ഔലിയാഹി, ഔലിയാക്കളുടെ മക്ബറയിൽ പോയും അല്ലെങ്കിൽ അവർ നിൽക്കുന്ന സ്ഥലത്ത് പോയും മശായിഖന്മാർക്കും അല്ലാത്തവർക്കുമായി സുജൂദ് ചെയ്യുന്ന കാര്യം ഫഹുവ ഗൈറു ജായിസിൻ വലാ മുബാഹിൻ ഖത്അൻ, ഉറപ്പായ നിലക്കും അത് ഒരിക്കലും അനുവദനീയമല്ലാത്ത കാര്യമല്ല. എന്നാലോ വലാഹുവ ഷിർക്കുൻ ഹഖീഖിൻ, ഹഖീഖിയായ നിലക്കുള്ള ഷിർക്കുമല്ല. എന്നാലോ എന്താണ് അത് എന്ന് ബൽഹുവ ഹറാമുൻ, അത് ഹറാമായ പ്രവർത്തനമാണ്. ചിലര് പറഞ്ഞു ഇങ്ങനെ ചെയ്ത് ഷിർക്കാണ് എന്ന്. ഷിർക്കാകണമെങ്കിൽ വിശ്വാസം മോശമാകണം എന്നുള്ളത് ഒരു കാര്യമാണ്. എന്നാലോ ചെയ്യുന്ന പ്രവർത്തനം അനുവദനീയമാണെന്ന് മാത്രമല്ല സുന്നത്താണ്, ചെയ്യേണ്ടതാണ് എന്ന് മറ്റു ചിലരും പറഞ്ഞു. അത് രണ്ടും ശരിയല്ല, അത് അനുവദനീയമായ കാര്യമല്ല, എന്നാലോ ഷിർക്കുമല്ല എന്ന് മഹാനായ അഹ്മദ് റിളാ ഖാൻ ബറേൽവി തങ്ങൾ വളരെ വ്യക്തമായ നിലക്ക് തന്നെ പറയുന്നുണ്ട്. പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള തസൂഫിന്റെ വിഷയം പറഞ്ഞുകൊണ്ട്, സൂഫിസം പറഞ്ഞുകൊണ്ട് ഇസ്ലാം അനുവദനീയിക്കാത്ത ചില വിഷയങ്ങളിനെ അനുവദനീയമാക്കുന്ന പല പ്രവർത്തനങ്ങളും പല വാക്കുകളും പല പ്രഭാഷണങ്ങളും പലരും നമ്മളിൽ നിന്ന് പലരുടെ നാവിലൂടെ നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും പുതിയതല്ല, പഴയ ആലിമീങ്ങൾ തന്നെ ഇതിനെ എതിർത്തതാണ് എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം ഒരാൾ പറയുന്ന കേട്ടും കൂടി കേൾക്കി. ഇനി നെറ്റിയും മൂക്കൊക്കെ വെച്ചു എന്ന് വിചാരിച്ചോ സുജൂദാവോ? സുജൂദിന്റെ ആദ്യത്തെ നിബന്ധനയിൽ വരുന്നത് ഖസ്ദാണ്. സുജൂദ് ചെയ്യുന്നു എന്ന ഖസ്ദിൽ ഈ പ്രശ്നം ഒരു പൈസ കൊണ്ടുപോയി എടുക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കിയാൽ സുജൂദ് റുക്കൂ ആയാൽ അതിലേക്കാണ് കടന്ന് അവിടെ സുജൂദ് റുക്കൂ തന്നെ ഉണ്ടാവുള്ളൂ. എന്തായിരിക്കും അവസ്ഥ? ഒന്നും കൂടുതലൊന്നും മാറാനൊന്നുമില്ല, അല്ലെങ്കിൽ മോശമാകാനൊന്നുമില്ല, കബളിപ്പിക്കൽ മാത്രമാണ് ചെയ്യുന്നത്. ഒരാളുടെ സാധനം നിലത്ത് വീണാൽ അതിനെ പിറക്കിയെടുക്കുന്ന സമയത്ത് എങ്ങനെയാണത് സുജൂദിന്റെ രൂപമാവുക എന്നുള്ള ഒരു പോയത്തം പറഞ്ഞതിനെ ആദ്യം ഗണിച്ചുകൊണ്ട് രണ്ടാമതായി അദ്ദേഹം പറഞ്ഞ വിഷയമാണ് ഖസ്ദുണ്ടെങ്കിൽ മാത്രമേ ചെയ്യുന്ന പ്രവർത്തനം സുജൂദാകൂ എന്നുള്ളത്. അത് വലിയ ഒരു കബളിപ്പിക്കലോ അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ചു പോയതോ ആണ്. ഖസ്ദുണ്ടെങ്കിൽ സുജൂദാകുള്ളൂ എന്ന് പറഞ്ഞത് ശരി തന്നെയാണ്. അത് ശർഅൻ എന്ന നിലക്ക് ഒരു സുജൂദാകണമെങ്കിൽ, ഉദാഹരണത്തിന് ഒരാൾ നിസ്കരിക്കുകയാണ്, നമ്മൾ ചെറിയ പ്രായത്തിൽ തന്നെ പഠിച്ചു വന്ന കാര്യമാണ്. എന്താണ് നിസ്കാരം എന്ന് പറഞ്ഞാൽ നിയത്തോടുകൂടി തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിക്കുന്ന ചില പ്രത്യേക വാക്കുകളും പ്രവർത്തനങ്ങളുമാണ് നിസ്കാരമെന്ന്.
എന്നാൽ ഒരാൾ നിയ്യത്ത് വെക്കാതെ കണ്ട് നിസ്കരിക്കുകയാണെങ്കിൽ ആ നിസ്കാരം നിസ്കാരമായി തന്നെ പരിഗണിക്കില്ല എന്നാണ്. രണ്ട് വിഷയങ്ങളുണ്ട്. നമ്മുടെ ഫിഖിഹിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം, ചില സ്ഥലങ്ങളിൽ പറയും ആ നിസ്കാരം ബാത്തിലാണ് എന്ന്. എന്നാൽ വേറൊന്നിനെ കുറിച്ച് ബാത്തിലാണെന്ന് പറയില്ല. എന്തുകൊണ്ട്? ആ നിസ്കാരം നിസ്കാരമായി തന്നെ പരിഗണിക്കാത്തത് കൊണ്ട്. ബാത്തിലാകണമെങ്കിൽ തുടങ്ങണം എന്നാണ്. നേരെ തുടങ്ങിയ ഒരു സാധനം മാത്രമേ പിന്നീട് ഇടയിൽ വെച്ച് ബാത്തിലാവുകയുള്ളൂ. എന്നാൽ നിയ്യത്തില്ലാതെയാണ് ഒരാൾ നിസ്കരിക്കുന്നത് എങ്കിൽ അദ്ദേഹത്തിന്റെ നിസ്കാരത്തിനെ കുറിച്ച് ബാത്തില് എന്നല്ല പറയാ, അത് നിസ്കാരം തന്നെയല്ല എന്നാണ്. നിസ്കാരം ആകണമെങ്കിൽ നിയ്യത്തോടു കൂടി തുടങ്ങണം എന്നാണ്. എന്നാൽ ഇതേ നിസ്കരിക്കുന്ന ഒരാൾ നിയ്യത്ത് വെക്കാതെ കണ്ട് നിസ്കരിച്ചാൽ ശർഅൻ എന്ന നിലക്ക് അദ്ദേഹം നിസ്കാരത്തിലാണ് എന്ന് പറയില്ല, അല്ലെങ്കിൽ അദ്ദേഹം നിസ്കരിച്ചു എന്ന് പറയില്ല. എന്നാൽ ഒരാൾ കൈകെട്ടി കണ്ട് നിയ്യത്ത് വെക്കാതെ കണ്ട് നിസ്കരിക്കുകയാണ്, കണ്ടു നിൽക്കുന്ന ഒരാൾ അദ്ദേഹത്തിനെ കുറിച്ച് എന്താ പറയാ? അദ്ദേഹം നിസ്കരിക്കുകയാണ് എന്നാണ്. എന്നാൽ അതുപോലെയാണിത്. ഒരാൾ സുജൂദ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് ഖസ്ദില്ല എങ്കിൽ അത് ശർഅൻ എന്ന നിലക്ക് സുജൂദായി പരിഗണിക്കില്ല എന്നല്ലാതെ, കണ്ടു നിൽക്കുന്ന ഒരാൾക്ക് സുജൂദായി കണ്ടാണ് അദ്ദേഹം സുജൂദ് ചെയ്യുന്നതായും കണ്ടാണ് കാണുന്നത് എങ്കിൽ ആ പ്രവർത്തനത്തിനേക്ക് പറയുന്ന പേരാണ് സുജൂദ്. അത് ഔലിയാക്കളുടെ മഖബറുകളിലാണ് ചെയ്യുന്നത് എങ്കിൽ ആ ചെയ്യുന്ന പ്രവർത്തനം ഹറാമും കൂടിയാണ്. അതുകൊണ്ട് ആരെയും തെറ്റിദ്ധരിപ്പിക്കരുത്. അല്ലാഹു തആല കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ, ഇനി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് വേണ്ടതുപോലെ പറഞ്ഞ് പ്രചരിപ്പിച്ച് പഠിപ്പിച്ച് ജീവിക്കാനും അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ബാത്തിലിനെ ബാത്തിലായി കണ്ടുകൊണ്ട് തന്നെ വേർതിരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകട്ടെ.